തെലങ്കാന മുഖ്യമന്ത്രി രേവന്ത് റെഡ്ഡിക്ക് കൃത്യമായ മറുപടി കൊടുത്തു നമ്മുടെ കാരണഭൂതൻ എന്നാണ് ഇടത് ഹാൻഡിലുകളൊക്കെ പറയുന്നത്. അദ്ദേഹം വിശേഷിപ്പിച്ചത് ഡാഷ് എന്ന് സൂചിപ്പിച്ചുകൊണ്ടാണ്, അതായത് ഡാഷ് മോനെ എന്നാണ് സൂചിപ്പിച്ചത്. ആ ഡാഷ് മോനെ എന്ന് പറയുന്നതിൽ എന്തെങ്കിലും തെറ്റുണ്ടോ? തെറ്റുണ്ട് എന്ന് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ നിങ്ങളുടെ കണ്ണിലെ മഞ്ഞപ്പാണ് അത് എന്ന് പറയേണ്ടി വരും. അങ്ങനെ ചില സഖാക്കളൊക്കെ കയറി മെഴുകുന്നുണ്ട്. എന്തായാലും അപ്ഗ്രേഡ് ചെയ്തിട്ടുണ്ട് നമ്മുടെ മുഖ്യമന്ത്രി. പഴയതുപോലെ പരനാറി, ചെറ്റ, കുലംകുത്തി ഇതൊന്നുമല്ല. ഇതിൽ നിന്നൊക്കെ കുറച്ചുകൂടി അങ്ങ് മുകളിലേക്ക് വന്നുകൊണ്ടാണ് ഡാഷ് മോനെ പ്രയോഗം. ഇതിന് കാരണഭൂതമായത് എന്തുകൊണ്ടാണ്? ആ കാരണഭൂതമായത് തെലുങ്കാന മുഖ്യമന്ത്രി പോ മോനെ വിജയ എന്ന് പറഞ്ഞതുകൊണ്ടാണ്. UDFന്റെ തിരഞ്ഞെടുപ്പ് പ്രചാരണ വേളയിൽ തെലങ്കാന മുഖ്യമന്ത്രി അങ്ങനെയൊക്കെ പറയാമോ? അങ്ങനെ പറഞ്ഞത് തന്നെ തെറ്റ്. ആ പറഞ്ഞ തെറ്റിന് നമ്മൾ തിരിച്ചും മറുപടി കൊടുക്കണം. അപ്പോൾ നമ്മുടെ സംസ്കാരത്തിനനുസരിച്ച് തന്നെ നമ്മൾ മറുപടി കൊടുക്കുക. അതുകൊണ്ടാണ് മുഖ്യമന്ത്രി ഡാഷ് മോനെ എന്ന് വിശേഷിപ്പിച്ചത്. അതിപ്പോ ഡാഷ് മോനെ എന്ന് വിശേഷിപ്പിക്കുന്നതിൽ എന്തെങ്കിലും തെറ്റുണ്ടോ? നമുക്ക് പുന്നാര മോനെ എന്നാകാം, നല്ല മോനെ എന്നാകാം, ചക്കര കുടമേ എന്നാകാം, തങ്കക്കുടമേ എന്നാകാം, ഇതൊക്കെ ആകാം. അതൊക്കെ നമ്മുടെ മനസ്സിന്റെ ഔചിത്യം പോലെ ഇരിക്കും. നമ്മുടെ മനസ്സിൽ എത്രത്തോളം നന്മയുണ്ടോ അതനുസരിച്ചിരിക്കും എന്നുള്ളതാണ്. പക്ഷേ മെഴുകാനായിട്ട് നമ്മുടെ കമ്മികളെ കഴിഞ്ഞ് മറ്റാരുമില്ല എന്നുള്ളതാണ്. എന്നാലും ചില ചോദ്യങ്ങൾ അവിടെ അവശേഷിക്കുന്നുണ്ട്. ഈ പ്രബുദ്ധ കേരളം എന്നുള്ള ഒരു ടാഗ് ലൈൻ ഇങ്ങനെ തലയ്ക്ക് മുകളിൽ വളരെ കാര്യമായി ചുമന്ന് നടക്കുന്നത് കൊണ്ട്, ഹൃദയപക്ഷം എന്നുള്ളൊരു കക്ഷം ഇവിടെ ഉള്ളത് കൊണ്ട് ഇത്തരത്തിലൊരു മറുപടി വേണമായിരുന്നോ എന്ന് ചോദിച്ചാൽ അതിന് എന്തുത്തരം പറയും? ഇതിന് മെഴുകലുമായിട്ട് മുഖ്യമന്ത്രി പറഞ്ഞതോ പറഞ്ഞു. മുഖ്യമന്ത്രി അങ്ങനെയാണ്. മുഖ്യമന്ത്രി കഴിഞ്ഞ ആഴ്ച ഒരു ചോദ്യം ചോദിക്കാൻ എണീറ്റ് സ്വന്തം പ്രജയോട് പറഞ്ഞത് അതങ്ങ് വീട്ടിൽ പോയി ചോദിക്കാനാണ്. അപ്പൊ അങ്ങനെ പറഞ്ഞ ഒരു മുഖ്യമന്ത്രിയുടെ അരികിലേക്ക് രേവന്ത് റെഡ്ഡി അറിയാതെ വന്ന് പെട്ടുപോയതാണ്. മുഖ്യൻ ഇങ്ങനെയാണ് പറയുക എന്നുള്ളത് മുഖ്യന്റെ ഒരു രീതി ഈ തെലുങ്കാനയിൽ കിടക്കുന്ന മുഖ്യമന്ത്രിക്ക് എങ്ങനെ അറിയാൻ പറ്റും? രേവന്ത് റെഡ്ഡിക്ക് വല്ല ഊഹവും ഉണ്ടാകുമോ? അത് നമ്മുടെ മുഖ്യമന്ത്രി ഓർക്കണമായിരുന്നു. എന്നെ സ്ഥിരം കണ്ടു ശീലിച്ച 10 വർഷം ഞാൻ ഭരിച്ച് എൻ്റെ പാകപ്പെട്ടവരാക്കി മാറ്റിയിട്ടുള്ള ഒരു പ്രജകളിൽ ഒരാളല്ല ആ രേവന്ത് റെഡ്ഡി എന്നുള്ളത്. അപ്പോൾ എന്തായാലും രേവന്ത് റെഡ്ഡിക്ക് ഇത്തരത്തിലുള്ള മറുപടി എല്ലാം കൊടുക്കുമ്പോൾ നമ്മുടെ സംസ്കാരം എന്താണ് എന്നുള്ളത് കൂടി നമ്മൾ മനസ്സിലാക്കി കൊടുക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഇതിപ്പോ മെഴുകലുമായിട്ട് ഇറങ്ങിയത് MV നികേഷ് കുമാർ കൂടിയാണ്. നികേഷിനും വേണ്ടുവോളം കിട്ടി, മുഖ്യമന്ത്രിക്കും വേണ്ടുവോളം കിട്ടി എന്നുള്ളതാണ്. മുഖ്യമന്ത്രിയെ പറയുന്നതിനോട് എനിക്ക് എതിർപ്പാണ്. കാരണം അദ്ദേഹത്തെക്കുറിച്ച് അങ്ങനെയൊന്നും പറയാൻ പാടില്ല. ഊരിപ്പിടിച്ച വടിവാളുകൾക്കിടയിലൂടെ നമ്മളെയൊക്കെ വളരെ കൃത്യമായിട്ട് നോക്കി ഭരിച്ച ഒരു മുഖ്യമന്ത്രിയാണ്. 10 വർഷം നമ്മൾ പൊന്നുപോലെ നോക്കിയ മുഖ്യമന്ത്രിയാണ്. അപ്പോൾ ആ മുഖ്യമന്ത്രിയുടെ ഒരു രീതി, അദ്ദേഹത്തിന്റെ പ്രകൃതി ഇങ്ങനെയൊക്കെ ആണെന്നേ. നമ്മൾ എന്തിനാണ് വെറുതെ അദ്ദേഹത്തോട് പോയിട്ട് ഈ 80 വയസ്സിന് മുകളിലുള്ള അദ്ദേഹത്തിനോട് പോയിട്ട് വെറുതെ കോർക്കാൻ പോകേണ്ടതിന്റെ വല്ല ആവശ്യം ഉണ്ടോ എന്ന് ചോദിച്ചാൽ അതില്ല. നമ്മൾ മുതിർന്നവർ പറയുന്നതൊക്കെ അനുസരിക്കണം. ഇനിയിപ്പോ നമുക്ക് പുതിയൊരു വാക്ക് നമ്മളെ ഇനിയിപ്പോ അദ്ദേഹം ഒരുപക്ഷെ അഭിസംബോധന ചെയ്യാൻ പോകുന്ന ഒരു പൊതുയോഗമൊക്കെ നടക്കുമ്പോൾ എൻ്റെ നല്ലവരായ ഡാഷ് മക്കളെ എന്നായിരിക്കും. നമ്മളത് മനസ്സിലാക്കണം. കാരണം ആ ഡാഷ് എന്നുള്ളത് നമ്മുടെ ആ ഔചിത്യം അനുസരിച്ച് നമുക്ക് ഫില്ല് ചെയ്യാം. അദ്ദേഹത്തിന്റെ മനസ്സ് എന്ന് പറഞ്ഞത് വളരെ വിശാലമാണ്, വളരെ കരുണയുള്ളതാണ്, അപ്പോ വളരെ ആർദ്രതയുള്ളതാണ്. ആ ആർദ്രതയുള്ള മനസ്സുകൊണ്ട് അദ്ദേഹം ഓരോരുത്തരെയും എങ്ങനെയാണ് വിശേഷിപ്പിക്കുക? അപ്പോൾ അത് നമ്മൾ ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ടാകാം ഒരു പക്ഷെ അദ്ദേഹം ആ ഒരു വാക്ക് ഉപയോഗിച്ചുകൊണ്ട് നമ്മളെ സംപൂജ്യരാക്കി തീർക്കുന്നത്. എന്തായാലും നികേഷിന് കിട്ടിയ അടി എന്ന് പറയുന്നത് ചില്ലറയൊന്നുമല്ല. നികേഷിന് തിരിച്ചടി കൊടുത്തിരിക്കുന്നത് കോൺഗ്രസ് നേതാവായിട്ടുള്ള ദീപ്തി മേരി വർഗീസാണ്. കുറച്ച് കടന്ന കൈയായിരുന്നു. ഇത് 2 മുഖ്യമന്ത്രിമാർ തമ്മിലുള്ള പ്രശ്നം അത് അവിടെ അങ്ങ് തീർന്നു പോയേനെ. പക്ഷേ നികേഷിന്റെ ചോരയങ്ങ് തിളച്ചു. ആകെ തിളച്ചു മറിഞ്ഞ് തലയാകെ സംഭ്രമജനകമൊക്കെ ആയി കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ നികേഷിന് പുറത്ത് പറയാതിരിക്കാൻ പറ്റില്ല. അങ്ങനെ അദ്ദേഹം ചില കാര്യങ്ങളൊക്കെ വെളിപ്പെടുത്തി. അദ്ദേഹം പറഞ്ഞത് കോൺഗ്രസ് പാർട്ടിയുടെ ATM ആണ് രേവന്ത് റെഡ്ഡി. കേരളത്തിലെ കോൺഗ്രസ് പ്രചാരണത്തിന് ലാവിഷായിട്ട് പണം കൊടുത്തുകൊണ്ടിരിക്കുകയാണ്, അത് ഇദ്ദേഹമാണ്, ഇത് മുഴുവൻ അഴിമതി പണമാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അദ്ദേഹം രേവന്ത് റെഡ്ഡിയുടെ ഓരോരോ കാര്യങ്ങൾ അക്കമിട്ട് പറയുന്നുണ്ട്. കൂടാതെ
നമ്മുടെ മുഖ്യമന്ത്രിയെ കുറിച്ച് കൂടി പറയുന്നുണ്ട്. 2 വട്ടം കേരളം തിരഞ്ഞെടുത്ത മുഖ്യമന്ത്രിയാണ്. CPM എന്ന പാർട്ടിയെ 17 കൊല്ലം നയിച്ചയാളാണ്. അങ്ങനെ പറഞ്ഞ് പറഞ്ഞ് അക്കമിട്ട് എണ്ണി എണ്ണി പറഞ്ഞുകൊണ്ട് ഏറ്റവും ഒടുവിൽ അദ്ദേഹം പറയുകയാണ്, ഇങ്ങനെയൊക്കെയുള്ള ഞങ്ങളുടെ കേരളത്തിലെ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ നേതാവിനെ അങ്ങനെ അഭിസംബോധന ചെയ്താൽ നിന്റെ പരിപ്പിളക്കുമെന്ന്. ശ്ശെടാ, ഇതിപ്പം മനസ്സിലാവാത്തത് മുഖ്യമന്ത്രിയാണോ ഇതിനൊക്കെ മറുപടി കൊടുക്കേണ്ടത്, MP നികേഷ് കുമാർ ആണോ എന്നുള്ളതാണ്. നികേഷ് കുമാർ വിചാരിക്കുന്നത് നികേഷ് കുമാർ പറയുന്നതിനപ്പുറം മറ്റൊരു ലോകമില്ല, ആളുകൾ ഇതെല്ലാം അങ്ങ് തൊണ്ട തൊടാതെ വിഴുങ്ങും, അതിനൊരു മറുപടിയും വരില്ല എന്നുള്ളതാണ്. എന്തായാലും ഇതൊക്കെ പറഞ്ഞ നികേഷ് വായിലേക്ക് അങ്ങ് നാക്കെടുത്തിട്ടപ്പോഴേക്കും ദീപ്തി മേരി വർഗീസ് ചില കാര്യങ്ങൾ പറഞ്ഞു. കാര്യം എന്തൊക്കെ പറഞ്ഞാലും ഒരു കാര്യം പറയാമല്ലോ, അത് പറയാതിരിക്കാൻ പറ്റില്ല. കാരണം ചില കാര്യങ്ങൾ അങ്ങനെയാണ്, നമ്മൾ വിചാരിക്കുന്നതിൽ വലിയ പ്രഹരമായിരിക്കും നമുക്ക് തിരിച്ചു കിട്ടുക. ആ ദീപ്തി മേരി വർഗീസിന്റെ മറുപടി കൂടി പറയുമ്പോഴാണ് ഇതിന്റെ ഒരു പൂർണ്ണ തലം നമുക്ക് മനസ്സിലാകുന്നത്. ദീപ്തി മേരി വർഗീസ് ഇങ്ങനെയാണ് പറയുന്നത്: തെലങ്കാന മുഖ്യമന്ത്രി രേവന്ത് റെഡ്ഡിയുടെ പരിപ്പെടുക്കുമെന്ന് പറഞ്ഞ MP നികേഷ് കുമാറിനോടാണ്. CPM പരിപ്പെടുക്കുമെന്ന് പറഞ്ഞ ഒരു നേതാവ് ഉണ്ടായിരുന്നു ഇങ്ങ് കേരളത്തിൽ. പറഞ്ഞു വരുമ്പോൾ നികേഷ് കുമാറിന്റെ പിതാവായിട്ട് വരും സാക്ഷാൽ MP രാഘവൻ. അദ്ദേഹത്തിന്റെ പരിപ്പെടുക്കാൻ CPM ശ്രമിച്ച കാലത്ത് അദ്ദേഹത്തെ സംരക്ഷിച്ചുകൊണ്ട്, ജീവൻ രക്ഷിച്ചുകൊണ്ട് MLAയും മന്ത്രിയുമാക്കിയ പ്രസ്ഥാനത്തിന്റെ പേരാണ് കോൺഗ്രസ്. അന്ന് CPMനെ കൊണ്ട് എടുക്കാൻ കഴിയാത്ത പരിപ്പൊന്നും അച്ഛനെ കൊല്ലാൻ നടന്നവരുടെ പാളയത്തിൽ പാർട്ട് ടൈം ജോലി ചെയ്യുന്ന നികേഷ് കുമാർ വിചാരിച്ചാൽ എടുക്കാൻ പറ്റില്ല. അതുകൊണ്ട് തരത്തിപ്പോയി കളിക്ക് നികേഷ് എന്നായിരുന്നു ദീപ്തി മേരി വർഗീസ് ഫേസ്ബുക്കിൽ കുറിച്ചത്. അപ്പോൾ എന്തായാലും ഒരു വാഗ്വാദമാകുമ്പോൾ നമുക്കറിയാം, നല്ല തീപ്പൊരി ആയിട്ടുള്ള വർത്തമാനങ്ങളാണ്. ഇത് നികേഷ് കുമാറിന് താങ്ങാൻ കഴിയുമോ എന്നുള്ളത് ഒരു ചോദ്യം തന്നെയാണ്. സത്യത്തിൽ നികേഷ് കുമാർ ഇതിനകത്ത് ഇടപെടേണ്ട എന്തെങ്കിലും ആവശ്യമുണ്ടായിരുന്നു? ഈ വിഷയം അവിടെ തീർന്നു പോകേണ്ടതാണ്. CPMനെ സംബന്ധിച്ച് ഇതൊരു വലിയ അപഖ്യാതിയിലേക്കൊക്കെ പോകാവുന്നതായിരുന്നു. അതവിടെ പിടിച്ചു നിർത്തിയേനെ. മുഖ്യമന്ത്രിയുടെ ഒരു വാവിട്ട വാക്ക്, അതിനെക്കുറിച്ച് ന്യായീകരണങ്ങൾ, അത് ഒരു രീതിയിലേക്ക് അങ്ങ് പോകുമായിരുന്നു. അദ്ദേഹം തീർത്തും ഒരു പോരാളി ഷാജിയായിട്ട് തരം താഴ്ന്നതിൻ്റെ രീതിയാണ്, മട്ടാണ് നമ്മൾ ഡാഷ് മോനയിലൂടെ കണ്ടത്. പക്ഷേ ഡാഷ് മോനയ്ക്ക് പിന്തുണ നൽകിക്കൊണ്ട് MP നികേഷ് കുമാർ എത്തിയപ്പോൾ ദീപ്തി മേരി വർഗീസ് പറഞ്ഞ ചില പൊള്ളുന്ന സത്യങ്ങളുണ്ട്. സ്വന്തം അച്ഛൻ്റെ കാര്യവും അതിനെ തുടർന്നുണ്ടായ പ്രശ്നങ്ങളും താൻ ഏത് പാളയത്തിലാണ് പിന്നീട് ചെന്ന് നിൽക്കുന്നത് എന്നുള്ള കാര്യങ്ങളും എല്ലാം വീണ്ടും 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 കേരള ജനത വീണ്ടും ഓർക്കേണ്ടുന്ന ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ കൊണ്ടെത്തിച്ചു. പക്ഷേ മുഖ്യമന്ത്രി എന്തായാലും ഒരു പോരാളി ഷാജിയായിട്ടൊക്കെ തരം താഴണമായിരുന്നോ എന്നുള്ളത് ഒരു ചോദ്യമായി തന്നെ നിൽക്കുന്നുണ്ട്.